സുഖനിദ്രയിലാണ് അവരെ ആ ദുരന്തം കശക്കിയെറിഞ്ഞത്. ഒന്നും അറിഞ്ഞു കാണില്ല. ആ നിദ്രയിൽ മരണം അവരെ പിടിച്ചെടുത്തു. എത്രയോ പേരെ അനാഥരാക്കി വഴിയാധാരമാക്കി ആ ഭീമൻ മല അതിലൂടെ കടന്നുപോയി. അതെ, കേരളം കണ്ട ഏറ്റവും വലിയ പരിസ്ഥിതി ദുരന്തമാണ് മുണ്ടക്കൈ ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ. എന്നാൽ ചൂരൽമല ഇങ്ങനെയൊരു ദുരന്തത്തെ ആദ്യമായിട്ടല്ല നേരിടുന്നത്. പഴമക്കാർ ഇന്നും പേടിയോടെ, ഒരു നടുക്കത്തോടെ ഓർക്കുന്ന നൂറ്റാണ്ട് മുമ്പ് സംഭവിച്ച 84-ലെ ഉരുൾപൊട്ടലിനെ കുറിച്ചാണ്. എന്താണ് ഉരുൾപൊട്ടൽ? കഠിനമായ മഴയിൽ ഭൂമിയിൽ സംഭരിക്കപ്പെടുന്ന ജലം അതിമർദ്ദം മൂലം ഭൂസ്ഥിരത നഷ്ടപ്പെടുന്നതുകൊണ്ട് ഉയർന്ന പ്രദേശങ്ങളിലെ മണ്ണും പാറയും ചരലും ഉരുളൻ കല്ലുകളും മറ്റ് ഭൂവസ്തുക്കളും വൻതോതിൽ വളരെ പെട്ടെന്ന് താണ സ്ഥലങ്ങളിലേക്ക് പതിക്കുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ. മഴക്കാലത്താണ് ഈ പ്രതിഭാസം സംഭവിക്കുന്നത്. പ്രത്യേകിച്ചും ഉയർന്ന പ്രദേശങ്ങളിൽ സംഭവിക്കുന്ന ഈ പ്രതിഭാസത്താൽ ഭൂമിക്കടിയിലെ കല്ലും മണ്ണും വെള്ളത്തോടൊപ്പം ശക്തമായി തന്നെ പുറന്തള്ളപ്പെടുന്നു. അങ്ങനെ അതിഭീകരമായി 1984-ൽ ചൂരൽമലയിൽ ഉരുൾപൊട്ടി. ഭീമൻ പാറക്കല്ലുകളും വൃക്ഷങ്ങളും ശക്തമായ ആ മലവെള്ളപ്പാച്ചിൽ ആ ഗ്രാമത്തെ തുടച്ചു നീക്കിക്കൊണ്ട് കടന്നുപോയി. മരണസംഖ്യ ഇത്ര ഭീകരമല്ലെങ്കിലും ഇന്നുള്ള സാങ്കേതിക വിദ്യകളൊന്നും തന്നെ അന്നില്ല. ഒറ്റയ്ക്കാണ് അന്ന് ചൂരൽമലക്കാർ ആ ദുരന്തത്തെ നേരിട്ടത്. കൃത്യമായി പറഞ്ഞാൽ 1984 ജൂലൈ 2-നുണ്ടായ ദുരന്തത്തിൽ 18 ജീവനുകളാണ് പൊലിഞ്ഞുപോയത്. 4 കിലോമീറ്റർ നീളത്തിലും 500 മീറ്റർ വീതിയിലുമാണ് മണ്ണ് കുത്തിയൊലിച്ചെത്തിയത്. മുണ്ടക്കൈക്ക് സമീപമുള്ള കരിമറ്റം എസ്റ്റേറ്റ് ബംഗ്ലാവിൽ താമസിച്ചിരുന്ന പാപ്പൻ, കുശിനിക്കാരൻ ഷാജി, നേപ്പാൾ സ്വദേശി ഗൂർഖ വിക്രം എന്നിവരും ബംഗ്ലാവിന് സമീപത്ത് കുടിലിൽ താമസിച്ചിരുന്ന 3 കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും കുത്തിയൊലിച്ചെത്തിയ വെള്ളത്തിൽ ഒലിച്ചുപോയി. 15-ലധികം ആളുകൾ കുടിലിലുണ്ടായിരുന്നതായാണ് കണക്ക്. അന്നത്തെ ആ ദുരന്തത്തിലും എല്ലാ മൃതദേഹങ്ങളും പുറത്തെടുക്കാനായിട്ടില്ല. ചില ശരീരങ്ങളുടെ കാൽപാദവും മുട്ടിന് താഴെയുള്ള എല്ലും മാത്രമാണ് ലഭിച്ചത്. ഇതുകൂടാതെ ചാലിയാർ പുഴയും അന്നതിന് സാക്ഷിയായിരുന്നു. ജീവനറ്റ 2 മൃതദേഹങ്ങളാണ് അന്ന് പുഴയിൽ ഒഴുകിയെത്തിയത്. ഇക്കാര്യം ജൂലൈ 13-ന് ചേർന്ന നിയമസഭാ സമ്മേളനത്തിൽ അന്നത്തെ റവന്യൂ മന്ത്രിയായിരുന്ന PJ ജോസഫ് സബ്മിഷനിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മേപ്പാടിയിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയായിട്ടാണ് കരിമറ്റം എസ്റ്റേറ്റ് ഉള്ളത്. ഇവിടെ നിന്നാണ് ഉരുൾപൊട്ടൽ ഉണ്ടായതെന്ന് പറയാമെങ്കിലും റാണിമലയുടെ ഒരു ഭാഗം തകർന്നു വീണതോടെയാണ് ദുരന്തം സംഭവിച്ചതെന്ന് നാട്ടുകാരിൽ ചിലർ പറയുന്നുണ്ട്. 100 മുതൽ 200 അടി വരെ വീതിയിലും 50 അടി വരെ ഉയരത്തിലുമായിട്ടാണ് മണ്ണും ചളിയും മരങ്ങളും അടിഞ്ഞത്. ഫയർഫോഴ്സും ഫോറസ്റ്റ് ഗാർഡും തിരച്ചിൽ നടത്തിയെങ്കിലും ഇവിടെ മണ്ണുമാറ്റി മൃതദേഹം കണ്ടെത്തുകയെന്നത് ദുഷ്കരമായതിനാൽ തിരച്ചിൽ നിർത്തുകയായിരുന്നു. ഏതായാലും ഒന്ന് പറയാം, മുണ്ടക്കൈ ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടൽ ഒരിക്കലും അവസാനത്തെ സംഭവമല്ല. ഏകദേശം കേരളത്തിലെ 13% പ്രദേശങ്ങൾ ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്നവയാണ്. വയനാടും ഇടുക്കിയുമാണ് ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്നത്. ഒരേ സ്ഥലത്ത് തന്നെ പല തവണയായി അപകടം ഉണ്ടാകുന്നുമുണ്ട്. 2017 മുതൽ 20 വരെ ബഹിരാകാശ നിരീക്ഷണത്തിലൂടെ ഡീപ്പ് ലേണിംഗ് ടെക്നോളജി ഉപയോഗിച്ച് കേരള ഫിഷറീസ് സമുദ്രപഠന സർവകലാശാല നടത്തിയ പഠനം വഴി കേരളത്തിലെ ഉരുൾപൊട്ടൽ സാധ്യതാ ഭൂപടം തയ്യാറാക്കിയിട്ടുണ്ട്. ഇടുക്കി, പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ഭൂരിഭാഗം പ്രദേശങ്ങളുമുള്ളത്. 2018-ലെ പ്രളയത്തിന് കാരണമായ മഴ ഇടുക്കി, പത്തനംതിട്ട, മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ഉരുൾപൊട്ടൽ സാധ്യത 3.46% വർദ്ധിച്ചെന്ന് റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട്. ഹൈറേഞ്ചുകളിൽ സമുദ്രനിരപ്പിന് 600 മീറ്ററിന് മുകളിൽ ഉയരത്തിലുള്ള ഭാഗത്ത് 31% ഉരുൾപൊട്ടൽ ഭീഷണിയാണുള്ളത്. ഇതിൽ 10 മുതൽ 40 ഡിഗ്രി വരെ ചെരിവുള്ള പ്രദേശങ്ങളിൽ ഭീഷണിയുടെ തോത് വളരെ വലുതുമാണ്. കഴിഞ്ഞ പുത്തുമല ദുരന്തത്തിന് ഏകദേശം 2.5 കിലോമീറ്ററിന് അപ്പുറത്തായിട്ടാണ് ഇപ്പോൾ ഈ ദുരന്തം സംഭവിച്ച പ്രദേശം. അന്ന് പുത്തുമല ദുരന്തത്തിന് ശേഷം തന്നെ ഗവേഷണത്തിലൂടെ ആ ഇടം വാസയോഗ്യമല്ലെന്നും പറഞ്ഞിരുന്നു. ഇനി നമ്മൾ നമ്മുടെ രാജ്യത്തൊട്ടാകെ എടുത്ത് നോക്കിയാൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടാകുന്ന 19 സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം ഒട്ടും പിന്നിലല്ല, 6ാം സ്ഥാനത്താണുള്ളത്. ISRO പുറത്തിറക്കിയ ലാൻഡ്ലൈഡ് അറ്റ്ലസ് പ്രകാരം ജമ്മു കശ്മീർ, ഉത്തരാഖണ്ഡ്, അരുണാചൽ പ്രദേശ്, മിസോറാം, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളാണ് കേരളത്തിന് മുന്നിലുള്ളത്. എന്നാൽ ഉയർന്ന ജനസാന്ദ്രതയുള്ളതിനാൽ ഉരുൾപൊട്ടൽ കാരണമുള്ള മരണനിരക്ക് കേരളത്തിൽ വളരെ കൂടുതലുമാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉരുൾപൊട്ടൽ കൂടുതലാണെങ്കിലും മരണനിരക്ക് വളരെ കുറവാണ്. എന്തൊക്കെയായാലും മുണ്ടക്കൈ ചൂരൽമലയിലെ സഹോദരങ്ങൾക്കായി നമുക്ക് നമ്മുടെ പ്രാർത്ഥന അർപ്പിക്കാം. അതോടൊപ്പം നമ്മളാൽ കഴിയുന്ന സഹായവും ചെയ്യാം. അതിനൊപ്പം തന്നെ ഒരു ചോദ്യം ചോദിക്കട്ടെ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ ചൊല്ലി ഇപ്പോൾ നടക്കുന്ന വിമർശനങ്ങളെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ അതിലേക്ക് സംഭാവന ചെയ്യുന്നുണ്ടോ? എന്തു തന്നെയായാലും കമൻറ്റ് ചെയ്യൂ.